ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. മൂന്നാറിൽ 2-3 ദിവസത്തെ മഴയും കാര്യങ്ങളൊക്കെ മാറി നല്ല ക്ലിയർ ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ആകാശമൊക്കെ കണ്ടാൽ അറിയാം, നല്ല ക്ലിയർ സ്കൈ ആണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ആലോചിക്കുന്നതാണ് ഓൺ വോയിസിലൊരു ട്രാവൽ വീഡിയോ ചെയ്യണമെന്ന്. യൂട്യൂബിൽ നമ്മുടെ അരുണുല്ലാസിൻ്റെയും യാസിക്കയുടെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ എപ്പോഴും ഓർക്കും ഒരു ഓൺ വോയിസിലൊരു ട്രാവൽ വീഡിയോ ചെയ്യണമെന്ന്. കാരണം അവരുടെ വിഷ്വൽസൊക്കെ അത്ര മനോഹരമാണ്. നമ്മുടെ യാസിക്കയുടെയൊക്കെ വിഷ്വൽസും അരുണുല്ലാസിൻ്റെ വിഷ്വൽസും അതിൻ്റെ ഒപ്പം ജോബ് കുര്യൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ആ വീഡിയോസൊക്കെ കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. അന്ന് തൊട്ട് ആലോചിക്കണമാണ് യൂട്യൂബിലൊരു ഓൺ വോയിസിലൊരു ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസം യാസിക്കയായിട്ടൊരു റൈഡ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. കൊടൈക്കനാൽ റൈഡായിരുന്നു. നമ്മുടെ അഭിഷേക് ബ്രോയാണ് അത് കണ്ടക്ട് ചെയ്തത്. അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ കുറച്ച് വിഷ്വൽസും ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു റൈഡ് പോയേക്കാമെന്ന് ഓർത്തു. രാവിലെ നമ്മുടെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കള്ളിപ്പാറ എന്ന് പറഞ്ഞ് ഇവിടെ അടുത്തൊരു സ്ഥലമാണ്. കഴിഞ്ഞൊരു 2 വർഷം മുന്നേ നീലക്കുറിഞ്ഞിയും കാര്യങ്ങളൊക്കെ പൂത്ത സ്ഥലമാണ് കള്ളിപ്പാറ എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി കുറച്ച് പേരൊക്കെ റൈഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ മോജയെ കൊണ്ടല്ല ഇന്ന് പോകുന്നത്. നമ്മൾ മോജോ രാജാക്കാട് നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നമ്മൾ ജീപ്പിനാണ് പോകുന്നത്. നമ്മൾ മോജയായിട്ട് ഉടനെ തന്നെ കള്ളിപ്പാറ ഓഫ് റോഡ് അടിക്കുന്നതാണ്. ഇപ്പം നിലവിൽ ടയറും കാര്യങ്ങളും അത്ര കണ്ടീഷനല്ല. നമ്മൾ ടയറ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഉടനെ തന്നെ മോജയായിട്ട് നമ്മൾ ഒരു ഓഫ് റോഡ് റൈഡ് അടിക്കുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. ഫസ്റ്റ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ കൂടെ പോരായ്മകളൊക്കെ പറയണം. നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഒക്കെ മാറ്റി നല്ല അടിപൊളി വിഷ്വൽസും വീഡിയോസും ഇറക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മൾ ഇവിടുന്ന് ബൈക്കിന് രാജക്കാടിനാണ് പോകുന്നത്. അപ്പോൾ റൈഡ് ചെയ്യുന്ന വിഷ്വൽസ് എടുക്കുന്നില്ല. ഗോപ്രയും കാര്യങ്ങളില്ല, ഫോണിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ വരെയുള്ള വിഷ്വൽസ് എടുക്കുന്നില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് ജീപ്പിൽ നിന്ന് പോകുന്ന ഓരോ സ്ഥലങ്ങളുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ രായക്കട നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ മോജയുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യുന്നത് ഇവിടെയിട്ട് തന്നെയാണ്. മോട്ടോഹെമ എന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേര്. അത്യാവശ്യം സ്പെയറും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. മോജയ്ക്കായാലും ഏത് വണ്ടിക്കായാലും അത്യാവശ്യം സ്പെയർ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണേ? നിറങ്ങളെ പറയുമോ ഓമല നിറയുമോ നെഞ്ചിലേ കാവലേ കൈയിലേ താരമേ ഓരോരോ മണ്ണിലെ മോഹം ഏതേതോ വിണ്ണിലെ താരം കണ്ണീരണിഞ്ഞാനിയും വരാത്തേ ആരാരോ പാറുന്നു ദൂരെ ആലോലം പായുന്നു നീലെ എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ ഒരേ നിനവുമാ ഒരേ ഒരേ മതവുമാ പറുദീസ ഒരേ നിനവുമാ ഒരേ കനിവുമാ
എന്തെന്തേ എന്നെ കണ്ടില്ല നീയേ ഒരേ ദിനവുമാ ഒരേ കനിവുമാ ഒരേ മതവുമാ അങ്ങനെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറി നമ്മൾ കള്ളിപ്പാറയുടെ ഒരു പകുതിയോളം എത്തി. ഇവിടുന്ന് കാണുന്ന വ്യൂവും കാര്യങ്ങളൊക്കെയാണിത്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ചതുരംഗപ്പാറ വ്യൂ പോയിൻ്റ്, വിൻഡ് വില്ലും കാര്യങ്ങളൊക്കെ. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ഇവിടുന്ന് പോകാനുണ്ട്. ഇതിലും കിടു വിഷ്വൽസും വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി മുന്നോട്ടുള്ളത്. നെടുങ്കണ്ടത്തുള്ള നമ്മുടെ 2 കൂട്ടുകാരെ നമ്മളിവിടെ വെച്ച് കണ്ടുമുട്ടി. അവർക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് ഹാപ്പി ആയിട്ട് അവർ തിരിച്ചിറങ്ങി. എന്തായാലും ലുക്ക്, ഈ ഒരു മുതൽ വരുന്നതാണ് ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറി എത്തി. നമ്മുടെ രണ്ടാമത്തെ ഒരു വ്യൂ പോയിൻ്റ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ താഴത്തുനിന്ന് കയറി വന്ന എക്സ്പൾസ് 2 എണ്ണം നമ്മുടെ നേരെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. നല്ലൊരു ഫ്രെയിമല്ലേ നേരെ കാണുന്ന എക്സ്പൾസ് കിടക്കുന്നത്. ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ഫ്രെയിമല്ലേ. അരിവുകളാലേ പൂമഴ പോലെ മണ്ണിൽ നീലനിലാവിൻ പൊന്നലയാലേ നാദലയങ്ങൾ. ഇനി നമ്മൾ ചെല്ലുന്നതാണ് നമ്മുടെ മെയിൻ വ്യൂ പോയിൻ്റ് ഏരിയ. കഴിഞ്ഞ തവണ ഫുള്ള് നീലക്കുറിഞ്ഞൊക്കെ പൂത്ത സ്ഥലമാണ് ഈ കാണുന്ന മൊത്തവും. നീലനിലാവിൻ പൊന്നലയാലേ നാദലയങ്ങൾ വരദായകമായി സ്വരസാഗരമായി ജനിമാറ്റവുമായി പുതുജീവനുമായി നിഴൽ പോലെ അഴലാലേ
അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ കാണുന്നതാണ് തമിഴ്നാട്. നല്ല കിടു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ DSLR ഈ 2 എക്സ്പൾസിൻ്റെ 2 വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കാം. അപ്പോൾ അടുത്ത യാത്ര വിശേഷങ്ങളും നല്ല വിഷ്വൽസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.